ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞ് കൃഷി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃഷിയൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് കൃഷി കാണാൻ പോവാം. അപ്പോൾ ഓമയ്ക്ക മരത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഫസ്റ്റായിട്ട് പോകുന്നത്. അത് നല്ല നാടൻ ഓമയ്ക്കാണ് കേട്ടോ, കപ്പളങ്ങ എന്നൊക്കെ പറയും. കപ്പളങ്ങ മരമാണ് കേട്ടോ. അപ്പോൾ നിറയെ കപ്പളങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചിലത് പഴുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു കോവയ്ക്ക പന്തലാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തത് കൊണ്ടാണ് കോവയ്ക്ക പന്തലാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്ലാവിൻ്റെ അടുത്തേക്ക് പോവാം. അതിൽ നിറയെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വരിക്കച്ചക്ക എന്നാണ് കേട്ടോ ചക്കയുടെ പേര്. നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പാവയ്ക്കവള്ളിയാണ് കേട്ടോ. ഇപ്പോൾ മുളച്ചിട്ടേ ഉള്ളൂ, പയ്യെ ആവണേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് ചീരയാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ചുവന്ന ചീരയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് ചീരയാണ് ഇഷ്ടം എന്നൊക്കെ പറയണേ. എനിക്ക് ചുവപ്പ് ചീരയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. വിഷമടിക്കാത്ത നാടൻ പച്ചക്കറികളാണ് കേട്ടോ. ചീര, കുറച്ച് തക്കാളി, വെണ്ടക്കായ, വഴുതനങ്ങ, കോവയ്ക്ക. അപ്പോൾ അതൊക്കെ വിഷമടിക്കാത്ത പച്ചക്കറികളാണ് കേട്ടോ. മുളക്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വീട്ടിലൊക്കെ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവൻ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വിഷമടിക്കാത്ത പച്ചക്കറികളുടെ വീഡിയോയാണ്. നിങ്ങളുടെ വീട്ടിൽ കൃഷി ഉണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ നാടൻ വെണ്ടയ്ക്ക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നമ്മുടെ വീട്ടിലെ പച്ചമുളക് ചെടിയാണ് കേട്ടോ. അതുപോലെ ഇനി വഴുതനങ്ങ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഗ്രോ ബാഗിലും. അപ്പോൾ നമ്മുടെ നാടൻ വഴുതനങ്ങയൊക്കെയാണ് കേട്ടോ. വഴുതനങ്ങ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യാതെ പോകരുത്. അപ്പം നാടൻ വഴുതനങ്ങയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലെ വീട്ടിൽ കൃഷി നടത്തുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.